ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ സ്പ്ലെൻഡറാണ് വണ്ടി. വർക്കിന് വേണ്ടിയിട്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് കംപ്ലൈൻറ്റ് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും ബ്രേക്ക് ഷൂ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ മെക്കാനിസം കംപ്ലൈൻറ്റ് ഉണ്ട്. മീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ മീറ്റർ മെക്കാനിസം മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രൗണും പിന്നിൻ സെറ്റ് അടക്കം ഫുള്ള് കേബിൾ അടക്കം മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അത് കൂടാണ്ട് വൈസർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹാൻഡിലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വൈസർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റ് വൈസറും അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ വേണം നമുക്ക് മാറ്റാനായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചാണ് ബ്രാക്കറ്റ് നല്ല രീതിയിൽ ബെൻഡ് ഉണ്ട്. അതൊന്ന് അലൈൻ ചെയ്തിട്ട് കയറ്റി റീസെറ്റ് ചെയ്യാം. അതിൻ്റെ മൊത്തത്തിൽ അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് അലൈൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട് മൺഗാർഡിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് മൺഗാർഡ് ഇവിടെ പൊട്ടിപ്പോയിട്ട് ഈ സൈഡ് പൊട്ടിപ്പോയേക്കാം. അതിൻ്റെ ബ്രാക്കറ്റ് അടക്കം പൊട്ടിയേക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ തുരുമ്പിട്ട് പൊട്ടിപ്പോയേക്കണാണ് ഉള്ളിൽ നിന്ന്. അപ്പോൾ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഉൾപ്പെടുത്തുന്ന എസ്റ്റിമേറ്റിൽ അതും കൂടി അടക്കം ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറാനായിട്ട് ബാക്ക് സൈഡ് വീലിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനറും ബ്രേക്ക് മോശമാണ്, ലൈനർ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ കൂടി നമുക്ക് മാറ്റിയിടാം. കമ്പനി ലൈനറാണ് കിടക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് സെറ്റേപ്പാടി വരാം. 2 സ്പോക്കറ്റും ചെയിനും കൂടിയിട്ടുള്ള കിറ്റാണ്. ആ കിറ്റേപ്പാടി നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ഇവിടുത്തെ ബെയറിങ്, സ്പോക്കറ്റ് ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബെയറിങ് കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ നമുക്ക് ആ വീലിന്മേ വന്ന വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് അത് ചതഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതും കൂടി കൂടുതൽ നമുക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം നമുക്ക് ഓൾറെഡി കുറവാണ്. ഒന്നാമത് വാഷിങ്ങിലാണെങ്കിൽ ആളുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഉച്ചവരെ ഉണ്ടായുള്ളൂ. അപ്പോൾ നാളത്തേക്കൊക്കെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെയ്തു പോയാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ചെയ്സിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പിട്ടിട്ട് ഓട്ടയായിട്ടുണ്ട്. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ വാഷിങ് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തി ആ കാണുന്ന തുരുമ്പൊക്കെ ഉള്ളതൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ വണ്ടി ഒഴിവാക്കി ഇടുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ മീറ്റർ മെക്കാനിസം ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ കേബിളും ക്രൗണും പിന്നിലും മാറ്റി കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഓക്കെ ആയിക്കോളും. വൈസറും ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ പൊട്ടിയിരിക്കണമല്ലോ. അപ്പോൾ അതുകൂടിയും കൂട്ടത്തേക്കൂടെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ ഫ്രണ്ട് മൺഗാർഡ് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കേസൊന്നും പറഞ്ഞല്ല, എന്നാൽ പോലും അതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടാങ്ക് ബാഗ് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് ബാഗിൻ്റെ കേസും കൂടി ഉൾപ്പെടുത്താട്ടോ നമുക്ക്. ഇൻഡിക്കേറ്റർ ഈ ഓരനാണ് പൊട്ടിയേക്കണത്. ഇവിടുത്തെ ഈ രീതിയിലാണ് പോയേക്കണേ. പക്ഷേ ഈ സൈഡ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റേ അടക്കമാണ് പിടിച്ചേക്കണേ. ഗ്ലാസ് പോയിട്ടില്ല, പക്ഷേ സ്റ്റേ അടക്കം പോയേക്കണേ. അത് ഇപ്പോൾ മാറ്റുമ്പോൾ രണ്ടും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.